ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. പരമേശ്വരൻ പത്മിനിയോട് പറയും, സത്യം പറഞ്ഞാൽ അയാളെ പരിചയമുണ്ടെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരടുപ്പം ഒരു രീതിയിലും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് ബർത്ത്ഡേക്ക് ക്ഷണിച്ചിട്ട് പോയതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്തത്. പരമേശ്വരനും പത്മിനിയും സംസാരിക്കുന്നത് ചന്ദ്രശേഖരനും സാറയെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. പത്മിനി പരമേശ്വരനോട് പറയാം, എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. കണിമംഗലം പരമേശ്വരന്റെ ദാനധർമ്മങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ള ആളായിരിക്കും അത്. സാറ മനസ്സിൽ പറയാം, പിന്നെ കണിമംഗലം പരമേശ്വരന്റെ ദാനധർമ്മം അറിഞ്ഞിട്ട് അവൾ ഇറക്കിയ ആളാണെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. പരമേശ്വരട്ട, എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടായിരിക്കും ആ പാവങ്ങൾ വന്നത്. ഇപ്പം നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന ആളെ മണ്ടനെന്നല്ലേ പറയാൻ പറ്റൂ പത്മിനി. നാളെ നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് ആ ചടങ്ങിൽ പങ്കെടുത്തിട്ട് ഇനി തിരിച്ചു പോരാം. ഇത്രമാത്രം അറിഞ്ഞാൽ മതിയല്ലോ സാറയ്ക്കും ചന്ദ്രശേഖരനും അവർ രണ്ടുപേരും ഫംഗ്ഷനിൽ എത്തുമോന്ന്. അതെങ്ങനെയാ പത്മിനി പോകുന്നത്? വെറും കൈയോടൊന്നും പോകണ്ട. ഈ കാലൊടിഞ്ഞ 1-2 കമ്മലുകൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പോകുന്ന വഴിക്ക് ഏതെങ്കിലും കടയിൽ കൊടുത്തിട്ട് എന്തെങ്കിലും ചെറുത് കിട്ടാതിരിക്കില്ല. പത്മിനി അങ്ങനെ പറഞ്ഞപ്പോൾ പരമേശ്വരൻ അങ്ങ് ചിരിക്കുക. എന്നിട്ട് പറയുക, ജീവിതം എത്ര ഭംഗിയായിട്ടാ താൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിനെന്താ പരമേശ്വരട്ടാ, സാരമില്ല. ഉയർച്ചയിൽ മാത്രമല്ല താഴ്ചയിലും സന്തോഷം കണ്ടെത്താൻ പറ്റും. അത്രയും നേരം ഒളിച്ചു നിന്ന് സാറയും ചന്ദ്രശേഖരനും അതെല്ലാം കേട്ടിട്ടങ്ങ് പോവുക. എന്തായാലും അവർ ഉദ്ദേശിച്ച കാര്യം നടക്കുമെന്ന് ഉറപ്പായി. സാറ ചന്ദ്രശേഖരനോട് ചോദിക്കുക, ചന്ദ്രശേഖര, അതെന്താ അധികം പരിചയമില്ലാത്ത ഒരാൾ വന്ന് ചേട്ടനെ ബർത്ത്ഡേക്ക് ക്ഷണിച്ചത്? എനിക്കറിയില്ല സാറേ, പക്ഷെ എനിക്കറിയാം ചന്ദ്രു. അയാളെ കൊണ്ട് ഞാനാ അത് ചെയ്യിച്ചത്. കണിമംഗലം പരമേശ്വരനെ ബർത്ത്ഡേക്ക് ക്ഷണിക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ചത് ഈ സാറയാ. ചക്കിക്കൊത്ത ചങ്കരൻ എന്ന പോലെ. അത് കേട്ടിട്ട് അവനങ്ങ് ഭയങ്കര സന്തോഷം ചന്ദ്രുവിന്. നാളെ ആ ഫംഗ്ഷന് ചേട്ടനും ചേട്ടത്തിയും പോണം. എന്നിട്ടേ ചന്ദ്രു അവർ രണ്ടുപേരും തിരിച്ചെത്തുമ്പോൾ ചന്ദ്രസേനൻ അവർക്ക് വേണ്ടി ഒരുക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ സാറേ? ഒരേ സമയം എരിയാൻ 2 ചിത. ചന്ദ്രുവിന്റെ ഏട്ടനും ഏട്ടത്തിക്കും വേണ്ടി മാത്രം. എൻ്റെ സാറേ, എന്തൊക്കെയാ സാറേ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത്? എങ്ങനെയാ ഇതൊക്കെ പ്രാക്ടിക്കലാക്കുന്നത്? മഹാഭാവി സ്വന്തം കൂടപ്പറപ്പാണെന്ന് പോലും തോന്നാതെ അവൻ ഈ ക്രൂരകൃത്യത്തിന് കൂട്ടുനിൽക്കുന്നല്ലോ. സാറ പറയുക, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിച്ചതിൻ്റെ രസം കളയണോ? നാളത്തെ ദിവസമേ ഒരുപാട് പ്രത്യേകതകളുള്ളതാ. നമുക്ക് നേരിട്ട് തന്നെ കാണാൻ ചന്ദ്രു നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാഴ്ചകളും. ആ കുഞ്ഞു ഭാഗ്യവാനാ. എത്ര കാലം കഴിഞ്ഞാലും ആൾക്കാരത് മറക്കില്ല. എന്തോ വലിയ ചതി പ്ലാൻ ചെയ്തിട്ടാണ് ആ സാറേ അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുന്നത്. ഈ സമയം ഈ ചതി ഒന്നും അറിയാതെ നമ്മുടെ രാധിക നാളത്തെ ബർത്ത്ഡേ സദ്യക്കുള്ള ഒരുക്കങ്ങൾ നടത്തുവാണ്. സാറയ്ക്ക് വേണ്ടി പണി ചെയ്യുന്ന ആ ചന്ദ്രയുണ്ടല്ലോ, ആർക്കും ഒരു സംശയം തോന്നാതെ വളരെ ആത്മാർത്ഥതയോടെ പണികളൊക്കെ ഓടി നടന്ന് ചെയ്യുന്ന പോലൊക്കെ കാണിക്കുന്നുണ്ട്. എത്രയൊക്കെ അബദ്ധങ്ങൾ വന്നാലും ഈ വരുണും രാധികയും പഠിക്കില്ല. ആരെയും കണ്ണടച്ചങ്ങ് വിശ്വസിക്കരുത്. അത് ഇത്രയധികം ശത്രുക്കളുള്ള ഇവര്. വരുണിനെയും രാധികയും സഹായിക്കാൻ വേണ്ടി മുത്തശ്ശിയും അവരോടൊപ്പം കൂടിയിട്ടുണ്ടായിരുന്നു. വരുൺ നോക്കുമ്പോൾ എന്നാണ്ട് ജയഭാരതി മുത്തശ്ശിന്ന് ഉറക്കം തൂങ്ങുക. രാധികയോട് പറയും, ഇത് കണ്ടോ മുത്തശ്ശി ഇരുന്ന് ഉറങ്ങുന്നത്? മുത്തശ്ശി പോയി കിടന്നുറങ്ങും, ഉറക്കം വിളയ്ക്കണ്ട. വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. എൻ്റെ പൊന്നു മുത്തശ്ശി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇതൊക്കെ തീരാൻ ഇനിയും സമയമെടുക്കും. അതിനെന്താ, എടുത്തോട്ടെ. ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. വരണേ, നിനക്ക് വല്ല കുഴപ്പമുണ്ടോടാ? എൻ്റെ മുത്തശ്ശി, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ? മുത്തശ്ശിക്ക് വിശ്രമം വേണമല്ലോ, അതുകൊണ്ടല്ലേ പറഞ്ഞത്. സാരമില്ല മോനെ, എല്ലാവരുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുന്നത് നല്ലതാ. യശോദ പറയാ, അമ്മേ, പിള്ളേരുടെ കാര്യത്തിൽ അമ്മ പേടിക്കണ്ട, ഇവരെ ഞാൻ നോക്കിക്കോളാം. അതൊക്കെ എനിക്ക് അറിയാം യശോദയെ. നിങ്ങളിപ്പോൾ എന്നെ പിടിച്ച് അവിടെ കൊണ്ട് കിടത്തിയാലും ഞാൻ ഉറങ്ങില്ല. ഇവിടെ നിന്ന് ഇതൊക്കെ കാണുകയും കേൾക്കുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ നിന്നൊന്ന് ഉറങ്ങാനും പറ്റും. അമ്മേ, അങ്ങനെയാണെങ്കിൽ മുത്തശ്ശി നിർബന്ധിക്കേണ്ട. മുത്തശ്ശി ഇവിടെ നിന്ന് ഉറങ്ങിക്കോട്ടെ. ചന്ദ്രികയുടെ ആത്മാർത്ഥത്തിൽ അവർക്ക് ആർക്കും ഒരു സംശയം തോന്നില്ല. മഹാ പഠിച്ച കള്ളി അവള്. എല്ലാവരുടെയും വിശ്വാസം പിടിച്ചു പറ്റിയിരിക്കുവാണ്. ആ സാറയുടെ കൂട്ടാളിയല്ലേ. അപ്പോൾ ആ സാറയുടെ സകല കള്ളത്തരവും കൊള്ളരുതായ്മയും ഇവക്കും അറിയാലോ. എന്ത് ചെയ്യാനാ, പണത്തിന് വേണ്ടി എന്ത് ചെയ്യാനും മടിക്കാത്ത കുറച്ച് കൂട്ടര്. അവൾ മയക്കം അഭിനയിച്ച് കിടന്നപ്പോൾ ഒന്നും അറിയാതെ പാവ രാധിക അവളുടെ വിശപ്പിലുള്ള ഭക്ഷണവും വെള്ളവും കൊടുത്ത് അവൾക്കൊരു ജോലിയും വാഗ്ദാനം ചെയ്ത് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ്. അവളെ ചതിക്കാനാണ് ഇവൾ ഒരുങ്ങുന്നത്. എങ്ങനെ ഇവക്ക് മനസ്സ് വരുന്ന ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഈ സമയം നമ്മുടെ പാവം ഗായിക ശ്യാമ മാനസിക നില തെറ്റി ഒരാശ്രമത്തിൽ കഴിയുവാണ്. അവിടെ സേവ ചെയ്യുന്ന ഒരു പെൺകുട്ടി വളരെ നല്ലവളാണെന്ന് തോന്നുന്നു. അവൾ കുറച്ച് സ്നേഹമായിട്ടാണ് ശ്യാമയോട് പെരുമാറുന്നത്. പക്ഷെ അവിടെയും ശ്യാമയ്ക്ക് എതിരാളിയുണ്ട്. ആ ബെഞ്ചമിൻ ഏർപ്പാട് ചെയ്ത് അവിടുത്തെ ഒരു മുഖ്യ സ്റ്റാഫാണെന്ന് തോന്നുന്നു. അവൾ ബെഞ്ചമിൻ്റെ അടിമയാണ്. അവൻ കൊടുക്കുന്ന പണത്തിന് വേണ്ടി അവൾ എന്തും ചെയ്യും. ആശ്രമത്തിലെ സ്വാമിക്കോ മറ്റാർക്കോ അറിയില്ല
ഇവളുടെ ഈ നീച പ്രവൃത്തി. ബെഞ്ചമിൻ പറയുന്ന എന്ത് കാര്യങ്ങളും ചെയ്യാൻ അവൾ ഒരുക്കമാണ്. ശ്യാമയുടെ അന്നുള്ള കാര്യങ്ങളെല്ലാം അവൾ ബെഞ്ചമിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ബെഞ്ചമിൻ്റെ ആവശ്യപ്രകാരം ശ്യാമയ്ക്ക് ഒരിക്കലും പഴയ സ്ഥിതിയിലോട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നില്ല. ആ രീതിക്കുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇവൾ ആരും അറിയാതെ ശ്യാമയ്ക്ക് കൊടുക്കുന്നത്. പക്ഷെ അവിടെയും നന്മയുള്ള ഒരു സ്റ്റാഫുണ്ട്. ആ കുട്ടി ശ്യാമയോട് ഭയങ്കര സ്നേഹത്തിലാണ്. അവളിപ്പോൾ ശ്യാമയ്ക്കൊരു ഗുളിക കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ നാക്ക് കുഴഞ്ഞാണ് ശ്യാമ ചോദിക്കുന്നത്. അപ്പോൾ ആ കുട്ടി പറയുന്ന പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരണ്ടേ, അതിനു വേണ്ടിയാ. അങ്ങനെ അവൾ ശ്യാമയെ കൊണ്ട് മരുന്നൊക്കെ കഴിപ്പിക്കുന്നുണ്ട്. പാവം ശ്യാമ. അങ്ങനെ ആ മരുന്നൊക്കെ കഴിച്ചിട്ട് ശ്യാമ ചുരുണ്ടുകൂടി ഇങ്ങനെ കിടന്നുറങ്ങുവാണ്. ഈ സമയം ആറ്റുവാശ്ശേരിയിൽ സദ്യയുടെ എല്ലാം ഒരുക്കങ്ങൾ കഴിഞ്ഞ് എല്ലാം പാക്കൊക്കെ ചെയ്തു ദാണ്ട വണ്ടിയിലോട്ട് സാധനങ്ങളൊക്കെ കയറ്റുവാണ്. വരുണും രാധികയും യശോദയും മറ്റാൾക്കാരെല്ലാം ചേർന്ന് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ ആ വണ്ടിയിൽ കൊണ്ട് വെക്കുവാണ്. എല്ലാത്തിനും ചുക്കാൻ പിടിക്കാൻ നമ്മുടെ നാണ്ട ജയഭാരതി മുത്തശ്ശിയും കൂടെയുണ്ട്. ഈ സമയം കള്ളി ചന്ദ്രിക എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് എന്തോ ഒരു തരികട പരിപാടി നടത്താനായിട്ട് വരുന്നുണ്ട്. ബാക്കി ഭക്ഷണങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ടായി. സാറ പറഞ്ഞതുപോലെയാണോന്നറിയില്ല. അവൾ വന്നിട്ട് വലിയൊരു ഡ്രമ്മിലിരിക്കുന്ന ആ പുളിശ്ശേരിയാണെന്ന് തോന്നുന്നു. അതങ്ങ് കമഴ്ത്തി അങ്ങ് കളഞ്ഞിട്ട് അവൾ ഓടുവാണ് അവിടുന്ന്. ഇതൊന്നും അറിയാതെ വരുണും രാധികയും മറ്റെല്ലാവരും ചേർന്ന് ബാക്കി സാധനങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ വെച്ചോണ്ടിരിക്കുവാണ്. രാധിക എല്ലാം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇനി പരിപ്പും അച്ചാറും മാത്രമേ ഉള്ളൂ, അത് എടുത്തിട്ട് വരാം. അപ്പോൾ അവൾ പരിപ്പാണെന്ന് തോന്നുന്നു കമഴ്ത്തി കളഞ്ഞത്. രാധികയും യശോദയും മറ്റു പെണ്ണുങ്ങളും ചേർന്നത് എടുക്കാൻ വരുമ്പോൾ ദാണ്ട ആ പരിപ്പെല്ലാം കമിഴ്ന്നങ്ങനെ കിടക്കുന്നു. അയ്യോ, ഇതെന്ത് പറ്റി? എല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ വിഷമിച്ച് നിൽക്കുക. അയ്യോ, നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇത് മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കുമായിരുന്നല്ലോ. വരുൺ എന്നിങ്ങനെ രാധിക വിളിക്കുക. വരുണും ജയഭാരതി അമ്മയും കൂടെ എളുപ്പം അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ രാധിക, ഇങ്ങോട്ട് നോക്ക് വരുൺ. അയ്യോ, ഇത് കണ്ടില്ല. അയ്യോ, പരിപ്പ് കറിയാണല്ലോ മോളെ പോയത് എന്നിങ്ങനെ ജയഭാരതി അമ്മ പറയുക. സദ്യയ്ക്ക് പരിപ്പ് കറിയില്ലാതെ എങ്ങനെയാ ശരിയാവുന്നത്? വരുൺ പറയുക, രാധിക ഇനി വല്ല നായ്ക്കൾ വല്ലതും വന്ന് മറിച്ചിട്ടതാണോ? എനിക്കറിയില്ല വരുൺ, ഇപ്പം നമ്മളവിടെ എത്തേണ്ട സമയമായി. ഒരു കാര്യം ചെയ്യ്, വരുൺ പൊയ്ക്കോ, ഞാൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇതൊന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരാം. എടോ, താൻ എന്തായി പറഞ്ഞത്? ഇത് പ്രാക്ടിക്കലാണ് വരുൺ. സദ്യക്ക് പരിപ്പില്ലാതെ പറ്റില്ല. ആളുകൾ അത് സമ്മതിക്കില്ല. നിങ്ങൾ അവിടെ എത്തുന്ന സമയം കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും അത് ഉണ്ടാക്കിക്കോളാം. ജയഭാരതി അമ്മ പറയാം, മോളെ നിങ്ങൾ ഒരുമിച്ച് പൊയ്ക്കോ, പരിപ്പ് കറി ഞാനും യശോദയും കൂടെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിക്കോളാം. അയ്യോ മുത്തശ്ശി, അത് വേണ്ട, ഞാനിവിടെ നിന്ന് ഉണ്ടാക്കിക്കോളാം. മോളെ നീ വെറുതെ ടെൻഷൻ ആകണ്ട, നീ പൊയ്ക്കോ, ഇത് ഞങ്ങൾ ഉണ്ടാക്കി അവിടെ എത്തിച്ചോളാം. എൻ്റെ ഈശ്വര, എന്നാൽ ഈ നേരത്തെ ഒരു തടസ്സം വന്നതേ. മോളെ വിഷമിക്കണ്ട, ദൈവത്തിൻ്റെ ഒരു ചെറിയ പരീക്ഷണമാണെന്ന് മാത്രം കരുതിയാൽ മതി. അത് നമുക്ക് മറികടക്കാം മോളെ. മോളെ സമാധാനമായിട്ട് പോകാൻ നോക്ക്. ഞാനും യശോദ ഏറ്റുമോളെ എന്നൊക്കെ ജയഭാരതി അമ്മ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്രിക സാറെ വിളിച്ച് പറയാം, മേഡം പറഞ്ഞതുപോലെ ഈ സദ്യ തുടക്കത്തിൽ തന്നെ പ്രശ്നമാണ്. നീ എന്താ അതിനവിടെ ചെയ്തത്? ഇവരുടെ ഒരു സ്പെഷ്യൽ സാധനം ആറ്റുവാശ്ശേരി സദ്യയിലെ ഒരു പരിപ്പ് കറി. അത് ഞാൻ എടുത്തൻ കമഴ്ത്തി കളഞ്ഞ്. പരിപ്പ് കറി നഷ്ടപ്പെട്ട എൻ്റെ ടെൻഷനിലാണ് ഇവിടെ എല്ലാവരും. രാധിക അടക്കമുള്ള ഒരു സദ്യയും കൊണ്ട് ഇപ്പോൾ പുറപ്പെടുക മേഡം. അവളുടെ അമ്മയും മുത്തശ്ശിയും ചേർന്ന് പരിപ്പ് കറി ഉണ്ടാക്കി അങ്ങോട്ട് എത്തിക്കാമെന്നാ പറയുന്നത്. ഇനി അങ്ങോട്ടത് എത്തിക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗം ചെയ്യണോ മേഡം? ചന്ദ്രികെ, അതൊക്കെ ഒരു റൗണ്ട് കഴിഞ്ഞതല്ലേ. ഇനി അതിൽ നീ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്താ കാര്യം? നമുക്ക് കുറച്ചുകൂടി വലുതായിട്ട് ചിന്തിക്കാം. എന്തായാലും സദ്യ കഴിയുന്നത് വരെ ചന്ദ്രിക സംഘത്തിനോടൊപ്പം ഉണ്ടായിരിക്കുമല്ലോ. ചന്ദ്രിക എന്തായാലും വാ, നിന്നെക്കൊണ്ടൊരു വലിയ കാര്യം സാധിക്കാനുണ്ട്. അതാണ് ആറ്റുവാശ്ശേരിക്കാർക്ക് ഞാൻ വെച്ചിരിക്കുന്ന യഥാർത്ഥ ബോംബ്. മേഡം, അതെന്താണെന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ. അത് പറയില്ല. അങ്ങനെ പറഞ്ഞാൽ എൻ്റെ ത്രില്ലങ്ങ് പോവില്ലേ? നീ പേടിക്കണ്ട, അത് നിന്റെ കൈകൊണ്ടാണ് ഞാൻ ചെയ്യിക്കാൻ പോകുന്നത്. ആരോ ചന്ദ്രികയെ എന്ന് വിളിക്കുന്നുണ്ട്. മേഡം, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, എന്നെ വിളിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. എന്തായാലും ഒരു കാര്യത്തിൽ തീരുമാനമായി. ചന്ദ്രികയുടെ കാര്യവും പോക്ക. അങ്ങനെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിൽ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. വന്നിരിക്കുന്ന കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടെ ബലൂണും അതും ഇതുമൊക്കെ ഇങ്ങനെ എറിഞ്ഞൊക്കെ കളിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വരുണും രാധികയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ അവർ വന്ന് വരുണനും രാധികയ്ക്ക് നമസ്കാരം പറയുന്നു. ദാണ്ട് ആഹാരം കൊണ്ട് വണ്ടിയും വന്നു കഴിഞ്ഞു. കൃത്യസമയത്ത് തന്നെ എല്ലാം വന്നല്ലോ. അത് പിന്നെ കൃത്യമായിട്ടൊരു സമയം പറഞ്ഞാൽ പാലിക്കണ്ടേ ചേട്ടാ എന്നിങ്ങനെ രാധിക അയാളോട് പറയുക. ഇന്നലെ ഞാൻ സദ്യ ഏൽപ്പിച്ചതിന് ശേഷം പിറന്നാളിന് വേണ്ടി ഞാൻ കുറേ ആൾക്കാരെ കൂടെ ക്ഷണിച്ചിരുന്നു. എല്ലാവരോടും ഞാൻ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ആറ്റുവാശ്ശേരി സദ്യ ഉണ്ടെന്നാ. എൻ്റെ മാനം കാക്കുമല്ലോ, അതിനെക്കുറിച്ചൊന്നും ചേട്ടൻ പേടിക്കണ്ട എന്ന് വരുണും പറയുക. അങ്ങനെ കൊണ്ടുവന്ന ആഹാര സാധനങ്ങളൊക്കെ അവർ പെറുക്കി വെക്കുന്നുണ്ട്. രാധിക വരുണിനോട് പറയാം, വരുൺ എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്തിന്? ഇവിടെ ഇപ്പം ടെൻഷൻ്റെ ആവശ്യം എന്താ? അത് വരുൺ പരിപ്പ് കറിയുടെ കാര്യത്തിലാ. ഇനി സമയത്തിനത് അവർക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാ. എടോ, താൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അവിടെ നിൽക്കുന്ന രണ്ടുപേരും മോശക്കാരല്ല. തൻ്റെ അമ്മയും എൻ്റെ മുത്തശ്ശിയും. അവരുടെ പ്രാണം കൊടുത്തിട്ടായാലും അവരത് ഉണ്ടാക്കിയിരിക്കും.
ഇനിയിപ്പോൾ അത് വന്നില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ പഠിക്കണം. ആദ്യമേ തന്നെ അതിനൊരു വഴി കണ്ടുപിടിച്ച് വെക്കണം. എന്തുവാ വരുണി പറയുന്നത്? ഈ സ്പെഷ്യൽ എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണ് ഉണ്ടായത്? നമ്മൾ പരിപ്പ് കറി എടുത്തു വെച്ചപ്പോൾ അതങ്ങ് പോയി. അപ്പം നമ്മളിവിടെ എന്താ പറയേണ്ടത്? ആറ്റുവാശ്ശേരി സദ്യയ്ക്ക് സ്പെഷ്യലുണ്ട്, അതായത് പരിപ്പ് കറി ഇല്ല എന്നത്. വരണേ എന്നോടൊപ്പം വന്നതേ എനിക്ക് തല്ലു വാങ്ങി തരാനൊന്നും അല്ലല്ലോ. എൻ്റെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അമ്മയും മുത്തശ്ശിയും ഉണ്ടാക്കി തരുന്നത് ഇവിടെ എത്തിക്കോളും. അങ്ങനെ ആറ്റുവാശ്ശേരിയിൽ ധൃതി പിടിച്ച് നമ്മുടെ ജയഭാരതി അമ്മയും യശോദയും കൂടെ പരിപ്പ് കറി ഉണ്ടാക്കുവാണ്. ജയഭാരതി അമ്മ പരിപ്പ് വേവിക്കുന്നു, ദാണ്ട് യശോദ അരയ്ക്കുന്നു. അയ്യോ അമ്മ ഇനി കുറച്ചു നേരം അവിടെ മാറിയിരിക്കും, ഞാൻ നോക്കിക്കോളാം. അത് പറ്റില്ല യശോദ, ഇത് അവിടെ ഒന്ന് എത്തിക്കാതെ എനിക്കൊരു യാതൊരു മനസമാധാനവും ഇല്ല. അങ്ങനെ പരിപ്പ് കറി റെഡിയായി. അവസാന കൂട്ടെന്ന പോലെ കറിവേപ്പിലയൊക്കെ ഇട്ട് കഴിഞ്ഞു. അങ്ങനെ സദ്യക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കുമ്പോൾ ചന്ദ്രികയുടെ മോള് അവിടെ ഉണ്ട്. ചന്ദ്രിക മോളോട് ചോദിക്കും, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? അത് കണ്ടുകൊണ്ട് നമ്മുടെ രാധിക ചോദിക്കും, ഇതാരാ ചേച്ചി? ഇതാ എൻ്റെ മോള്, ഇവിടെ അടുത്താ ഞങ്ങളുടെ വീട്. എന്താ മോടെ പേര്? മേഘ. മോൾ ഇവിടെ നിൽക്കി, ചേച്ചിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. രാധിക അങ്ങോട്ട് പോയപ്പോൾ പെട്ടെന്ന് ചന്ദ്രിക കൊച്ചിനെ നീ ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞ് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വരുണും മറ്റുള്ളവരും ഒക്കെ ചേർന്ന് ടേബിളും ചെയറും ഒക്കെ പിടിച്ചിടുവാണ്. എന്തൊരു പണിയാ മോളെ നീ കാണിച്ചത്? ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുമല്ലേ, നീ ഇങ്ങോട്ട് കയറി വരേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രിക മോളെ വഴക്ക് പറയുക. ഇവിടുത്തെ കുട്ടിയുടെ പിറന്നാളാണല്ലേ അമ്മേ? അതേ മോളെ, ഇന്ന് എൻ്റെയും പിറന്നാളാ, അത് അമ്മ മറന്നോ? ഇന്നലെ രാത്രി മുഴുക്ക അമ്മ എന്നെ തനിച്ചാക്കിയില്ലേ, ഞാൻ എന്തോരം പേടിച്ചെന്നറിയാവോ? അമ്മ വരുന്നത് വരെ ഞാൻ ഉറങ്ങാതിരുന്നതാ. രാധിക ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ പിറന്നാളും ആഘോഷിച്ചില്ല മോളെ. പിറന്നാൾ ആഘോഷിക്കാനും പുതിയ ഉടുപ്പ് വാങ്ങിക്കാനും ഒക്കെ കാശ് വേണ്ടേ? അമ്മയുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടല്ലേ. അടുത്ത തവണ നമുക്ക് ആഘോഷിക്കാം. അമ്മ സത്യമാണോ പറയുന്നത്? ആഘോഷിക്കോ? ഉറപ്പായിട്ടും മോളെ. നമുക്ക് നേരത്തെ മുതൽ മോടെ പിറന്നാളിനുള്ള കാശ് കൂട്ടി വെക്കാം, എന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് ആഘോഷിക്കാം. ഈ സമയം കണിമംഗലം പരമേശനും പത്മിനിയും ഗിഫ്റ്റൊക്കെ ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. രാധികയും വരുണിനെയും കണ്ടങ്ങ് അതിശയിക്കുവാണ്. ആഹാ, ആറ്റുവാശ്ശേരി സദ്യയായിരുന്നോ? അപ്പം ഞാൻ കൂടെ വിളമ്പാവല്ലോ എന്നൊക്കെ പത്മിനി പറയുമ്പോൾ വരുൺ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അമ്മ ഗസ്റ്റായിട്ട് വന്ന്, നിങ്ങൾ ഗസ്റ്റായിട്ട് വന്നവർ ഗസ്റ്റായിട്ട് തന്നെ ഇരുന്നാൽ മതി. മോൾ ഇങ്ങോട്ടൊന്ന് വന്നേ എന്നും പറഞ്ഞ് പത്മിനി തൻ്റെ രാധികയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ ശ്യാമ ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ, ബെഞ്ചമിൻ്റെ കയ്യാൾ, അവൾ തന്നെ ശ്യാമയുടെ അടുത്തോട്ട് ഇങ്ങനെ പാത്തും പതുങ്ങിയും വരുവാണ്. ബെഞ്ചമിന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു വിടുമെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ ഇഞ്ചക്ഷൻ ഇവിടെ കൈ കിട്ടിക്കാണും. അത് ശ്യാമയ്ക്ക് കുത്തിവെക്കാനായിട്ടുള്ള വരവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇവളീ കാണിക്കുന്ന അന്യായം എപ്പോഴെങ്കിലും അവിടുത്തെ ആശ്രമത്തിലെ സ്വാമി കണ്ടുപിടിക്കുമോ? മറ്റാരെങ്കിലും ഇത് കണ്ടുപിടിക്കുമോ? അതിനു മുമ്പ് തന്നെ ശ്യാമയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമോ? ശ്യാമ തന്നെ ഇനി ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളവരോട് പറയുമോ? അതോ അതിനു മുൻപ് തന്നെ ആരെങ്കിലും ശ്യാമയെ തിരിച്ചറിയുമോ എന്നൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. പക്ഷേ ഈ ആറ്റുവാശ്ശേരി സദ്യയിൽ സാറ എന്താണ് കരുതി വച്ചിരിക്കുന്നത്? ചന്ദ്രികയെ കൊണ്ട് ആ സദ്യയിൽ പോയിസൺ കലർത്തുമോ? ചന്ദ്രിക അത് കലർത്തുമോ? കാരണം അവളുടെ മകളും ആ സദ്യ കഴിക്കാനായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രിക ഒരു കാരണവശാലും സാറ പറയുന്ന പോലെ പോയിസൺ ആ സദ്യയിൽ കലർത്തത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. വരുണിനെയും രാധികയെയും ജയിലിൽ കയറ്റാനും പരമേശ്വരനെയും പത്മിനിയെയും കൊല്ലാനുമാണല്ലോ സാറയുടെയും ചന്ദ്രശേഖരൻ്റെയും ലക്ഷ്യം. അത് നടക്കാതെ വരുമ്പോൾ എന്തായിരിക്കും അവരുടെ അടുത്ത തീരുമാനം എന്നറിയാനായി നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.